പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ദൈവനാമോത്തപ്പെട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വചനം ചിന്തിക്കാം. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം വചനമാണ് നമ്മൾ പറയുന്നത്. അവിടെ യേശുവിനെ കല്ലറയ്ക്കകത്ത് അടക്കിയിരിക്കുകയാണ്. യേശുവിനെ കല്ലറയ്ക്കകത്ത് അടക്കിയിട്ട് അവിടെ റോമ ഗവൺമെൻറ് അവർ മുദ്ര വെച്ച് അതിനെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നുണ്ടായിരിക്കുന്ന അധികാരികൾ, അന്നുണ്ടായിരിക്കുന്ന രാജാക്കന്മാർ യേശുവിനെ അടക്കി അവിടെ അവരുടെ മുദ്രയും വെച്ച് അതിൻ്റെ ഫ്രണ്ടിൽ, ആ കല്ലറയുടെ ഫ്രണ്ടിൽ ഒരു വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കല്ല് ഉരുട്ടി മാറ്റാൻ ആർക്കും കഴിയത്തില്ല. പിന്നെ ആ കല്ലറയ്ക്ക് 4 ചുറ്റും അവർ പടയാളികളെ നിർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പുറത്ത് വരികയാണെങ്കിൽ അവനെ കൊന്നുകളയണം. അപ്പോൾ കൊന്നുകളയാൻ വേണ്ടി അവിടെ പടയാളികളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വളരെ സേഫ്റ്റിയായിട്ട് ഈ കല്ലറയെ പ്രൊട്ടക്ഷൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. യേശു പുറത്ത് വന്നാൽ യേശുവിനെ കൊല്ലണം. അപ്പോൾ അതിനുവേണ്ടി അവിടെ പടയാളികൾ നിർത്തിയിട്ടുണ്ട്. ആ യേശുവിൻ്റെ കല്ലറയുടെ ഫ്രണ്ടിൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യേശുവിനെ കാണാൻ വേണ്ടി 3 സഹോദരിമാർ അവിടെ വരികയാണ്. അപ്പോൾ അവർ നടന്നു വരുമ്പോൾ അവർ പറയാണ്, അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഈ കല്ല് നമ്മളെ കൊണ്ട് ഉരുട്ടി മാറ്റാൻ പറ്റുമോ? നമ്മുടെ സ്ത്രീകളല്ലേ, ഈ കല്ല് നമ്മൾക്ക് ഉരുട്ടി മാറ്റാൻ പറ്റത്തില്ല. ഈ കല്ല് പിന്നെ ആര് ഉരുട്ടി മാറ്റും? അപ്പോൾ എങ്കിലും ഇത്രയും വലിയൊരു പ്രതികൂലം അവരെ ഫ്രണ്ടിലുണ്ടായിട്ടും അവർ യേശുവിനെ കാണാൻ വേണ്ടി സുഗന്ധ തൈലവുമായി വരികയാണ്. യേശുവിൻ്റെ ദേഹത്ത് സുഗന്ധ തൈലം പൂശാൻ വേണ്ടി യേശുവിനെ കാണാൻ വേണ്ടി കടന്നു വരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ജനമാണെങ്കിലും ദൈവത്തെ ആരാധിക്കാത്ത ജനമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ജനമാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തിരുന്ന് ആ പ്രതികൂലത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ കിട്ടും. ദൈവത്തെ ആരാധിക്കാത്ത ജനമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പല പ്രതികൂലങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കടഭാരമായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിൻ്റെ വഴക്കായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ള എന്തെങ്കിലും പ്രതികൂലങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ഒന്നീ തൂങ്ങി മരിക്കും, ഇല്ലെങ്കിൽ വിഷമടിച്ച് മരിക്കും, ഇല്ലെങ്കിൽ വണ്ടിക്ക് പോയി തലവയ്ക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമി ജീവിക്കുന്ന മനുഷ്യർ ഏത് മനുഷ്യരായാലും ശരി തന്നെ അവരുടെ ജീവിതത്തിൽ വരുന്ന എന്ത് പ്രതികൂലങ്ങളെ നമുക്ക് പൂർണ്ണമായി അതിനെ മാറ്റാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, എത്ര വലിയ കല്ലാണെങ്കിലും, ഇനി എത്ര വലിയ കടഭാരമാണെങ്കിലും, നിനക്ക് ഏത് രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രതികൂലങ്ങളെ ദൈവം മാറ്റിത്തരും. കാര്യം ദൈവം എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. അതിനെന്നെ പഠിപ്പിക്കുന്നുണ്ടോ? ദൈവത്തിന് അസാധ്യമായി വല്ലതും ഉണ്ടോ? അപ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. കാര്യം നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളാണ്. പക്ഷേ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ് ദൈവം. അപ്പോൾ ചില ആൾക്കാർ പറയും, നല്ലവനാണെങ്കിൽ ഒരുത്തം മതി, ഒരുപാട് പിള്ളേരെന്തിനാണ്, നല്ല മക്കളാണെങ്കിൽ ഒരു മക്കൾ മതി. അപ്പോൾ ഇവിടെ നമ്മളെ യേശു നല്ലൊരു ദൈവമാണ്. നമ്മുടെ യേശു നല്ലൊരു നാഥനാണ്, നല്ലൊരു ഗുരുവാണ്, നല്ലൊരു പിതാവാണ്. നിനക്ക് അപ്പനായും നിനക്ക് അമ്മയായും നിനക്ക് സഹോദരനായും എല്ലാ രീതിയിലും ദൈവം നിന്നോട് സംസാരിക്കും, ദൈവം നിന്നോട് ഇടപെടും. അപ്പോൾ ഇത്രയൊന്നൊരു നല്ല ദൈവത്തെ നമ്മൾ സ്വീകരിച്ചാൽ ആ ദൈവം നിൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റിത്തരും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ ഭൂമിയിൽ ജീവിക്കേണ്ട അധികാരം ദൈവം നിനക്ക് തരും. ദൈവം നിന്നെ ശക്തീകരിക്കും. ദൈവം നിന്നെ ബലപ്പെടുത്തും. ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇത്തിരി പാടാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ ഭൂമിയിൽ ഇവിടുത്തെ പ്രതികൂലങ്ങളെല്ലാം
ദൈവം നമുക്ക് മാറ്റി തന്നു. നമുക്ക് മുന്നോട്ട് നടക്കേണ്ട വഴികളെ ദൈവം ഒരുക്കി തരും. ദൈവം നമുക്ക് തുറന്നു തരും. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂ. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ കഴിയൂ. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. പല ആൾക്കാരും ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോണ കാര്യം, അവർ സ്വയമേ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന കാര്യം, അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ കൃപയില്ല. അവർ മറ്റുള്ള പൂജകളും ആചാരങ്ങളും എല്ലാം ചെയ്യുന്നെങ്കിലും അവർക്ക് ജീവിക്കേണ്ട കൃപയില്ല. കൃപയില്ലാത്തതുകൊണ്ട് അവർ സ്വയമേ അവരവരെ നശിപ്പിച്ചു കളയും. അപ്പോൾ സഹോദരങ്ങളെ, യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്വയമേ നമ്മളെ നശിപ്പിക്കത്തില്ല. നമ്മൾ ഇവിടെ ജീവിക്കും, ദൈവത്തെ ആരാധിക്കും. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഏത് പ്രതികൂലങ്ങളെ ദൈവം മാറ്റിത്തരും. ഇവിടെ സഹോദരങ്ങളെ നോക്കണമേ, ഈ സഹോദരിമാർ വളരെ ഭാരപ്പെട്ട് വളരെ ദുഃഖത്തോടെയാണ് യേശുവിൻ്റെ കല്ലറയ്ക്കടുത്ത് പോകുന്നത്. ഈ കല്ലാര് ഉരുത്തി മാറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ അവിടെ യേശുവിനെ കാണുവാൻ വേണ്ടി, യേശുവിൻ്റെ ദേഹത്ത് ഈ സുഗന്ധ തൈലങ്ങൾ പൂശാൻ വേണ്ടി അവർ കടന്നു പോവുകയാണ്. അവരവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചെന്നറിയാമോ? അവരവിടെ ചെന്നപ്പോൾ ആ കല്ലറയുടെ ഫ്രണ്ടിൽ ഇരുന്ന കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അവിടെ ആ കല്ലില്ല. അവർ അതിശയിച്ചു പോയി. ഈ കല്ല് ആരാണ് ഉരുട്ടി മാറ്റിയത്? ഇത്രയും വലിയ കല്ല് എങ്ങനെ ഉരുട്ടി മാറ്റി എന്നുള്ളൊരു ഭയങ്കരമായ ഒരു അതിശയം അവരുടെ ജീവിതത്തിൽ നടന്നുപോയി അവർ കടന്നു ചെന്നു. അപ്പോൾ സഹോദരങ്ങളെ, നിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലമാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും യേശുവിനെ സ്വീകരിച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ ദൈവം ഉരുട്ടി മാറ്റും. നിൻ്റെ ജീവിതത്തിൻ്റെ കടഭാരങ്ങളെ ദൈവം ഉരുട്ടി മാറ്റും. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ ആ വലിയ കല്ല് ദൈവം ഉരുട്ടി മാറ്റും. എത്ര വലിയ പ്രതികൂലമായാലും അത് ദൈവം ഉരുട്ടി മാറ്റും. സഹോദരങ്ങളെ, ഇവിടെ കല്ല് ഉരുട്ടി മാറ്റി അവിടെ ഇവർ ചെന്നപ്പോൾ അവിടെ ദൂതന്മാരെ കണ്ടു. ദൂതന്മാർ ചോദിച്ചു, നിങ്ങൾ ആരെ നോക്കിയാണ് പോണത്? പറയാണ്, ഞങ്ങൾ യേശുവിനെ നോക്കി പോവുകയാണ്. ഞങ്ങളെ നാഥനെ ഇവിടെ വെച്ചിരിക്കുന്നു, ഞങ്ങളെ ഗുരുവിനെ ഇവിടെ വെച്ചിരിക്കുന്നു. ഞങ്ങളെ ഗുരുവിനെ കാണാനാണ് പോകുന്നത്, ഞങ്ങൾ യേശുവിനെ കാണാനാണ് പോകുന്നത്, ഞങ്ങളെ പിതാവിനെ കാണാനാണ് പോകുന്നത്. അപ്പോൾ ദൂതൻ പറഞ്ഞു, യേശു അവിടെ ഇല്ല, യേശു അവിടെ നിന്ന് പോയി. സഹോദരങ്ങളെ, യേശുവിൻ്റെ സമയമായപ്പോൾ യേശു അവിടെ നിന്ന് എണീച്ചു പോയി. അപ്പോൾ വചനം പഠിപ്പിക്കുന്നു, കർത്താവ് മരിച്ച് 3-ാം നാൾ ഉയർത്തെണീക്കും. ആ 3-ാം നാൾ ഈ ഉയർത്തെടുപ്പ് അത് ഭൂമിയിൽ സാത്താൻ്റെ തലയെ തകർത്തുകൊണ്ട് മനുഷ്യനെ നേടിക്കൊണ്ട്, മനുഷ്യൻ്റെ ജീവനെ നേടിക്കൊണ്ട്, നമ്മുടെ ജീവിത രക്ഷയെ നേടിക്കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തെണീച്ചു. ഇനി നമുക്ക് മരണമില്ല, ഇനി നമുക്ക് രക്ഷയാണുള്ളത്. ഇനി നമുക്ക് മരണമില്ല, ഇനി നമുക്ക് രക്ഷയാണുള്ളത്. നമ്മൾ മരിക്കുന്നില്ല, നമ്മൾ ജീവിക്കുന്നു. നമ്മൾ മരിക്കുന്നില്ല, നമ്മൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിന് മരണമുണ്ട്, നമ്മുടെ ആത്മാവിന് മരണമില്ല. നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ ജീവിക്കും. ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നെങ്കിൽ, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങൾ ജീവിക്കുന്നു. ഈ ശരീരത്തിൽ നമ്മളെ ആത്മാവ് മാറിപ്പോയാലും നമ്മൾ മരിക്കുന്നില്ല, നമ്മൾ യേശുവിൽ ജീവിക്കുന്നു. സഹോദരങ്ങളെ, അത്രയും വലിയ ഒരു പ്രതികൂലം അവരുടെ ജീവിതത്തിൽ മാറിപ്പോയി. അവർ യേശുവിനെ വിശ്വസിച്ചു. അവർ മറ്റൊന്നും നോക്കിയില്ല. അവർ മനസ്സിനകത്ത് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരുന്നില്ല. അവിടെ പോയാൽ യേശുവിനെ കാണാൻ പറ്റത്തില്ല, ആ കല്ല് ആര് ഉരുട്ടി മാറ്റും, നമുക്ക് കല്ല് ഉരുട്ടി മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പോണ്ട എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ ഇരുന്നില്ല. അവർ പ്രതീക്ഷയോടെ, അവർ പ്രത്യാശയോടെ അവർ ഇറങ്ങി പുറപ്പെട്ടപ്പോഴത്തേക്കും പറ്റി, അവിടെ ചെന്നപ്പോൾ ആ കല്ല് ആരാ ഉരുട്ടി മാറ്റിയിരിക്കുന്നു? യേശു അവിടെയില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നാലും എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങളെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകണം. അല്ലാതെ അവിടെ ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെ മറ്റതാണ് മറിച്ചാണെന്ന്